നമസ്തേ. കപടനാട്യക്കാരെ നിങ്ങൾക്ക് കഷ്ടം. കാരണം നിങ്ങൾ വെള്ളയടിച്ച ശവകുടീരങ്ങൾ പോലെയാണ്. അത് പുറത്തു മനോഹരവും ഉള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും അശുദ്ധമായ എല്ലാം നിറഞ്ഞതുമാണ്. മതവിശ്വാസിയായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി, ഞാൻ ഈ വിശ്വാസമെല്ലാം വിട്ടു. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി, ഈ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെയും അവരെ നയിക്കുന്നവരുടെയും കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ട് തന്നെയാണ്. അത് കണ്ട് മനസ്സുമടുത്തതുകൊണ്ട് വിശ്വാസം വിട്ടു. വിശ്വാസ മേഖലയിലും ആത്മീയതയിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും കപടഭക്തിക്കാരുണ്ടാക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പരിണിത ഫലങ്ങൾ ചെറുതല്ല. അവരുടെ വഴി മാത്രമാണ് സത്യം എന്ന് അവർ വാദിക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുന്നു. അവർക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല. തങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരി, അതിനപ്പുറത്തേക്കുള്ള വിശ്വാസങ്ങളൊക്കെ തെറ്റ് എന്നാണ് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതത്തിനപ്പുറമാണ് ആത്മീയത എന്നുള്ള സത്യം ഇവർക്ക് അറിയുകയുമില്ല. കപടഭക്തർ ധാരാളമുണ്ട് നമുക്കിടയിൽ. അവർ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നു. ഇവർ സ്വയം വ്യഗ്രതപ്പെടുന്നു. ആ വ്യഗ്രതയെ മറ്റുള്ളവരിലേക്ക് പടർത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വിഭാഗം മനുഷ്യരുടെ തെറ്റല്ല. അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അസത്യം അല്ലെങ്കിൽ തെറ്റ് മറ്റുള്ളവരിലേക്ക് പ്രഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് പ്രചരിപ്പിക്കുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവരുടെ വഴിയെ തെറ്റിക്കുകയും അവരുടെ സ്വൈര്യ ജീവിതത്തെയും മനസമാധാനത്തെയും ഇത് ബാധിക്കുകയും ചെയ്യുന്നു. കുറച്ചുകൂടി ആധുനികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സ്പിരിച്വൽ നാർസിസ്റ്റുകൾ എന്നും വിളിക്കാനായിട്ട് സാധിക്കും. ഇവർ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിൽ ഭ്രാന്ത് പിടിച്ചവരായിരിക്കും. മറ്റുള്ളവരെ നന്നാക്കുക, ശരിയുടെ സത്യത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നാണ് വെപ്പ്. പക്ഷേ അത് ഇവരുടെ വീക്ഷണം മാത്രമാണ്. ഇവരുടെ വീക്ഷണമാണ് സത്യം എന്ന് ഇവർ കരുതുകയാണ്. ഇവർ മനസ്സിലാക്കുന്നില്ല വീക്ഷണത്തിനപ്പുറത്താണ് യാഥാർത്ഥ്യം എന്നുള്ളത്. വീക്ഷണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും യാഥാർത്ഥ്യം അതിൻ്റെതായ രീതിയിൽ നിലകൊള്ളുന്നു എന്നുള്ള അടിസ്ഥാന തത്വശാസ്ത്രം പോലും ഇവർക്ക് അറിയില്ല. അതിനുള്ള ഫ്ലെക്സിബിലിറ്റി അവരുടെ ബുദ്ധിക്ക് ലഭ്യമായിട്ടില്ല, അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. തന്റെ പ്രത്യയശാസ്ത്രം അഥവാ തന്റെ വഴി മാത്രമാണ് ശരിയെന്ന മർക്കടമുഷ്ടിയാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ മനസ്സ് തങ്ങളുടെ വഴിയാണ് ശരി എന്നുള്ളത് സ്വയം വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു വാലിഡേഷന് വേണ്ടി കൂടിയാണ് ഇവർ ഇവരുടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇവർ എല്ലാ മതങ്ങളിലുമുണ്ട്. ക്രിസ്ത്യാനിറ്റി എടുത്തു നോക്കിയാലും ഇസ്ലാം ആയാലും ഹിന്ദുസത്തിനെ ഒരു മതമായി കാണുന്നവരുടെ വിഭാഗത്തിലുള്ളവരായാലും ഒക്കെ സ്പിരിച്വൽ നാർസിസ്റ്റുകൾ അഥവാ വെള്ളയടിച്ച കുഴിമാടങ്ങൾ അഥവാ കപടഭക്തിക്കാർ എല്ലായിടത്തുമുണ്ട്. അവർ മതങ്ങൾക്കുള്ളിൽ തന്നെ വിള്ളലുകൾ ഉണ്ടാക്കുന്നു. മതങ്ങൾ ഒരു സാഗരത്തിലേക്ക് ലയിക്കുന്ന പല കൈവഴികളാകുന്ന നദികളാണ് എന്നത് മനസ്സിലാക്കാതെ ആ നദികളെ വീണ്ടും ചാലുകീറി തിരിക്കുവാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിഭജനം എന്നതും വിഭാഗീയതയുണ്ടാക്കി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന തത്വം ഒരു പൈശാചിക തത്വമാണെന്നതും ഇവർ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ സൗകര്യപൂർവ്വം ഇവരത് വിസ്മരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവരെ പഠിപ്പിച്ചവർ അങ്ങനെയാണ് അവരെ ട്യൂൺ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മതം എന്നത് മറ്റൊരാളുടെ ആത്മീയതയെ ഫോളോ ചെയ്യുകയാണ് എന്നുള്ളതും ആത്മീയത എന്നത് സ്വന്തം വഴി കണ്ടെത്തുന്നതാണ് എന്നുള്ള സത്യവും ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവർ ആത്മീയ കാര്യങ്ങളിൽ വളരെ ശൈശവ ദശയിലാണുള്ളത്. ഇവർ റിലീജിയസ് റിച്വൽസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. ആഴത്തിലുള്ള മുറിവിന്റെ പുറത്ത് കാണുന്ന ഭാഗത്ത് ഓയിൻമെന്റ് പുരട്ടി സുഖപ്പെടുത്താമെന്ന് കരുതുന്നത് പോലെയാണ് ഇവർ ഓരോ റിച്വൽസിലും ഏർപ്പെടുത്തുന്നത്. ഉള്ളിലേക്ക് തിരിയാനോ അല്ലെങ്കിൽ മൂന്നാം കണ്ണുപയോഗിച്ച് മനസ്സിനുള്ളിലേക്ക് നോക്കാനോ സ്വന്തം കണ്ണിലെ തടിക്കഷണം എടുത്തു മാറ്റാനോ ഇവർ തയ്യാറാകുന്നില്ല. അതേസമയം അപരന്റെ കണ്ണിലെ കരടെടുത്തു മാറ്റുവാനാണ് ഇവർക്ക് വ്യഗ്രത കൂടുതലായിട്ടുമുള്ളത്. ഇഫ് എ പേഴ്സൺ ഈസ് ട്രൂലി റിലീജിയസ്, ശരിയായ രീതിയിൽ മതത്തിന്റെ പാതയിലൂടെ ഒരാൾ നടക്കുകയാണെങ്കിൽ ഹി വിൽ ബി ട്രൂലി സ്പിരിച്വൽ. അയാൾ ട്രൂലി സ്പിരിച്വലുമായിരിക്കും. ഞാനിവിടെ മതങ്ങളെ ഒന്നും തള്ളുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുകയല്ല. ഇതിനെയൊക്കെ വ്യക്തിഗതമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള പെർസെപ്ഷന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുകയും പ്രഘോഷിക്കുകയും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രവണതയെയാണ് തുറന്നു കാട്ടുന്നത്. മതത്തിന്റെ സഹായത്തോടെയാണെങ്കിലും അതിനപ്പുറത്തേക്കാണെങ്കിലും ട്രൂലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാൾ ഫ്ലെക്സിബിൾ ആയിരിക്കും. അയാൾക്ക് കൃത്യമായ വാല്യൂ സിസ്റ്റം ഉണ്ടായിരിക്കും. അയാൾക്ക് കൃത്യമായ ബൗണ്ടറീസ് ഉണ്ടായിരിക്കും.
അയാൾ അതിൽ കോൺഫിഡന്റുമായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ ഇവരിലേക്ക് വരുമ്പോൾ, ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അല്പമൊക്കെ അസഹിഷ്ണുത തോന്നിയെങ്കിലും ഇവർക്ക് ഒരു ചെവിയിലൂടെ അത് കേട്ട് മറ്റേ ചെവിയിലൂടെ അത് പുറത്തേക്ക് കളയാനായിട്ട് കുറച്ച് കാലക്രമേണ സാധിക്കും എന്നുള്ളതാണ്. പഴയ തത്വചിന്തകരൊക്കെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് എ മാർക്ക് ഓഫ് ആൻ എഡ്യൂക്കേറ്റഡ് മൈൻഡ് ടു എന്റർടൈൻ എ തോട്ട് വിത്തൗട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്. യോജിപ്പില്ലാത്ത ആശയങ്ങളെയും മനസ്സിലേറ്റി എന്റർടൈൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസ്ഥ ഒരു എഡ്യൂക്കേറ്റഡ് മൈൻഡിന്റെ ലക്ഷണമാണ്. ശരിയായ ആത്മീയതയിൽ സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗ സമയത്തും അവർ സന്തോഷവാന്മാരോ സന്തോഷവതികളോ ആയിരിക്കും. എന്നാൽ കപടഭക്തിക്കാരെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ആർ ആൻഷ്യസ്. അവർക്ക് കൂടുതൽ സമയത്തും ആൻസൈറ്റി, ആകുലതയായിരിക്കും, വ്യഗ്രതയായിരിക്കും. ഈ ഒരു ആൻസൈറ്റിയുടെ പുറത്താണ് അവർ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നത്. ഈ ഒരു ആൻസൈറ്റിയുടെ പുറത്താണ് അവർ കാര്യങ്ങൾ ദൈവത്തോട് തരുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഈ ഒരു ആൻസൈറ്റിയുടെ പുറത്താണ് അവർ ദൈവത്തിനോട് നന്ദി പറയുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും. മുന്നോട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഇവർ ആകുലരായിരിക്കും എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. ആൻസൈറ്റിയോടൊപ്പം തന്നെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സാണ് ഇവർക്കുണ്ടാകുക. മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻസ്റ്റെഡ് ഓഫ് ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ആയിരിക്കുന്നതിന് പകരം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. ഈ ഫ്രസ്ട്രേഷൻ ഇവർ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക, ആവശ്യപ്പെടാത്ത സമയത്ത് അനാവശ്യമായിട്ട് ഉപദേശിക്കുക. ഞാനോ ഇങ്ങനെ മെച്ചപ്പെട്ട് നിൽക്കുകയാണ്, ഇനി നീയും ഇങ്ങനെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരണം. ഇവർക്ക് സ്ഥിരമായിട്ട് പണം വരുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. അത് ഇവരുടെ പ്രവർത്തികൾ കൊണ്ട് ദൈവം നൽകുന്ന അനുഗ്രഹമാണെന്ന് പറയുകയും അതുപോലെ അതേ പാതയിൽ തന്നെ പോകാനായിട്ട് മറ്റുള്ളവരോട് ആവശ്യപ്പെടുകയും അസ്ഥാനത്ത് കയറി ഉപദേശം നൽകുകയും ചെയ്യും. മറ്റുള്ളവരെ ഇവർ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും. കപടഭക്തിക്കാർ റിലീജിയസ് ഇൻഡോക്ട്രിനേഷന് വിധേയരായവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളും മതാചാര്യന്മാരും എതിർക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ള അവസരം കൊടുക്കാതെ അവരുടെ ഉള്ളിലേക്ക് നിർബന്ധപൂർവം ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിട്ടുള്ള, പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ള എ സെറ്റ് ഓഫ് ബിലീവ്സ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഫിയർ കണ്ടീഷൻഡ് ആയ ആളുകളാണ്. ഇവർ ഭയത്തിന്റെ പുറത്താണ് ഡ്യൂട്ടി ചെയ്യുന്നത്. ഇവർ ഭയത്തിന്റെ പുറത്താണ് നന്മ ചെയ്യുന്നത്. ഇവർ ഭയത്തിന്റെ പുറത്താണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. ഇവർ ഭയത്തിന്റെ പുറത്താണ് മതപ്രഘോഷണം നടത്തുന്നത്. ഇവർ ഭയത്തിന്റെ പുറത്താണ് പ്രാർത്ഥന നടത്തുന്നത്. ഇവർ ഭയത്തിന്റെ പുറത്താണ് നന്ദി പറയുന്നത് പോലും. കാരണം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിന്നുപോയാലോ, നഷ്ടമായാലോ, ശാപം കിട്ടിയാലോ എന്നുള്ള ഭയമാണ് ഈ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക്. മാത്രമല്ല ഇവർ മറ്റുള്ളവരെ വിധിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളത് അവൻ അത്ര പോരാ, അവന് വിശ്വാസം കുറവാണ്, അവന് പണമില്ല, അവൻ അനുഗ്രഹം കുറവാണ്, അവന്റെ മുൻ തലമുറയിൽ നിന്നുള്ള ശാപത്തിനെ അവൻ ചുമന്നുകൊണ്ടിരിക്കുകയാണ്, ശാപം കിട്ടിയ കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇതോടൊപ്പം തന്നെ ഗോസിപ്പ് പറയുക എന്നത്, പരദൂഷണം പറയുക എന്നുള്ളതും കപടഭക്തരുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. എന്നാൽ ട്രൂലി സ്പിരിച്വൽ പാത്തിൽ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള വ്യക്തികൾ എന്നുള്ളത് ഇവരുടെ ഒരു സംസാര വിഷയമല്ല. അവർ ആശയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, അവർ പോസിറ്റിവിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നു, അവർ നന്മയെ കുറിച്ച് സംസാരിക്കുന്നു. കപടഭക്തർ വേറൊരുത്തനെ ഉപദേശിക്കുകയും അവനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അനാവശ്യമായിട്ട് അവനെ വിമർശിക്കുകയും ചെയ്യുന്ന സമയത്ത് ട്രൂലി സ്പിരിച്വൽ പാത്തിൽ കൂടെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുവാനും ഒരു ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റിയിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരിത് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു നിർബന്ധ ബുദ്ധിയുടെ പുറത്തല്ല എന്നുള്ളതും പ്രത്യേകതയാണ്. പക്ഷെ കപടഭക്തിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ വഴികളിലൂടെ മറ്റു കാര്യങ്ങൾ വരണം. ഇതുവരെ അവരുടെ ജീവിതം നടന്നതൊക്കെ ഇവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്, അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ആയതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നു. ഇവരിൽ തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയെക്കാളും ഇവർ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് നടന്നു എന്നാണ് പറയുക. ഒരിക്കലും ഇവർ ഞാൻ ദൈവത്തിന്റെ ഒരു ഉപകരണമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുകയില്ല. അത് മനസ്സിലാകുകയുമില്ല, അതിനുള്ള ധൈര്യവും ഉണ്ടാകുകയില്ല, ആത്മവിശ്വാസവും ഉണ്ടാവുകയില്ല. കാരണം ഉള്ളിന്റെ ഉള്ളിൽ അറിയാം
ഒരു പൊയ്മുഖമാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. യഥാർത്ഥ ആത്മീയതയുടെ പാതയിലൂടെ നടക്കുന്ന ആളുകൾ ദിവസവും അറിവ് സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു. ആത്മീയതയെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പല മതങ്ങളെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാക്കളെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. തത്വശാസ്ത്രപരമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സയൻസിലെ പുതിയ അറിവുകൾ സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ ആയിരിക്കുന്ന കർമ്മ മേഖലയിലെ കാര്യങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ കപട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫേക്ക് ഡിവോട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് അവരുടെ ലിമിറ്റേഷൻ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുൻപ് പഠിച്ചു വെച്ചിട്ടുള്ള മണ്ടത്തരത്തിനെ വീണ്ടും 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 ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. യഥാർത്ഥ ആത്മീയ പാതയിലൂടെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാവപ്പെട്ടവരോട് സ്നേഹമായിരിക്കും, അനുകമ്പയായിരിക്കും. ഏറ്റവും പാവപ്പെട്ടവനോട് പോലും അവർക്ക് ബഹുമാനത്തോടു കൂടി പെരുമാറാനായിട്ട് സാധിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ കോമാളിത്തരം കാണിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇമേജ് കിട്ടിപ്പോയവരെ എഴുന്നേറ്റ് നിന്ന് കൈകൊടുത്തുകൊണ്ട് സ്വീകരിക്കുന്ന പ്രമുഖ നടീനടന്മാരെയൊക്കെ. അവർക്ക് വലിയ സ്ഥാനമുണ്ട്, പക്ഷെ അവർ ഇവരെയും അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വലിയ സ്ഥാനം ഉണ്ടായിട്ടും ഇവരെ പുച്ഛിച്ച് തള്ളുന്ന ആൾക്കാരെയും നമ്മൾ കാണാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ മനുഷ്യനും ഓരോ ആത്മാവിനും ഒരു പർപ്പസ് ഉണ്ട്. അതിന് അതിൻ്റെതായ വില കൊടുക്കുകയാണെങ്കിൽ തന്നെ പകുതിയോളം പ്രശ്നങ്ങൾ മാറി എന്നുള്ളതാണ്. ട്രൂലി സ്പിരിച്വൽ ആയിട്ടുള്ളവർ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന സമയത്ത് കപടഭക്തിക്കാർ ചെയ്യുന്നത് എന്താണ്? അവർ പണത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ വിലയിരുത്തുന്നു. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ജോലി എന്താണെന്നാണ്. എത്രമാത്രം ബഹുമാനമാണ് കൊടുക്കേണ്ടത് എന്ന് അവിടെ വെച്ച് തീരുമാനിക്കുകയാണ്. അവർക്ക് ഒരു മനുഷ്യനായിട്ട് കാണാൻ പറ്റുന്നില്ല. അയാളുടെ ഫിസിക്കൽ മെറ്റീരിയലിസ്റ്റിക് പൊസഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും വിലയിരുത്തുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ എന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കും, എൻ്റെ സുഹൃത്തുക്കളൊക്കെ പാവപ്പെട്ടവരാണ്, മണ്ടത്തരങ്ങൾ കാണിക്കുന്നവരാണ്, ദുശ്ശീലങ്ങളുള്ളവരാണ്, തെറ്റുകാരാണ്. അവരുടെ കൂടെ കൂടി തെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാനും അവരെ ദുശീലങ്ങൾ ഉപേക്ഷിക്കാനും അവരെ ഫിനാൻഷ്യലി നല്ലതാകാൻ വേണ്ടിയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സുഹൃത്ത് ബന്ധമാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് എങ്കിൽ യു ആർ എ ലൈറ്റ് വർക്കർ. നിങ്ങൾ പ്രകാശത്തിന്റെ ഒരു പ്രവർത്തകനാണ്. ചിലപ്പോൾ ആളുകൾ നിങ്ങളോട് ചോദിക്കും, നിനക്ക് നിലവാരമുള്ള ഒരു സുഹൃത്ത് പോലും ഇല്ലേ എന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മഹത് വ്യക്തിത്വങ്ങളൊക്കെയും വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്നുള്ള ഈ ഒരു ടെർമിനോളജി കോയിൻ ചെയ്തിട്ടുള്ള ജീസസ് ക്രൈസ്റ്റ് പോലും പാപികൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. കാരണം അവർക്കാണ്, ബലഹീനതയിലാണ് ദൈവത്തിന്റെ മഹത്വം ഏറ്റവും ശക്തമായി വെളിവാകുന്നത് എന്ന് അവർക്കറിയാമായിരുന്നു എന്നത് തന്നെയാണ്. കപടഭക്തിക്കാർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് കൈൻഡ്നസ് അഥവാ ദയവ് കാണിക്കുന്നത്. തന്റെ പൊങ്ങച്ചം, താൻ സഹായിക്കുന്നത് ഒക്കെ ഷോ നടത്തണം, സോഷ്യൽ മീഡിയയിലൂടെയോ നേരിട്ടോ ഒക്കെ ആയിട്ട്. എന്നാൽ അതേസമയം അവർ ഓർക്കുന്നില്ല വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയാതെ ഇരിക്കട്ടെ എന്നുള്ള സത്യം. കാരണം അവർക്ക് ഷോ നടത്തിക്കൊണ്ടേയിരിക്കണം. എന്നാൽ യഥാർത്ഥ ആത്മീയതയുടെ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാരെയും കാണിക്കാനോ ബോധിപ്പിക്കാനോ വേണ്ടിയല്ല കൈൻഡ്നസ് കാണിക്കുന്നത്. അത് അവരുടെ സ്വഭാവത്തിൽ അലിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ സ്വയം ശക്തിപ്പെടുന്നു, മറ്റുള്ളവർക്ക് സഹായവുമാകുന്നു, താങ്ങുമാകുന്നു. തന്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ട്രൂലി സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ അർഹതപ്പെട്ടവരോട് ദയവ് കാണിക്കുന്നു. ഫേക്കുകളാകട്ടെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ദയവ് അഭിനയിക്കുന്നു. ട്രൂലി സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾക്ക് ഈ ലോകം ഒരു സ്വർഗമാക്കി മാറ്റണമെന്നാണ് ആഗ്രഹം. ഒരു നവയുഗം നിർമ്മിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ തരംതിരിവുകളില്ല, ചേരിതിരിവുകളില്ല, ആളുകളെ എന്തെങ്കിലും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നുമില്ല, അവരെ ഉയർന്നവൻ താഴ്ന്നവൻ എന്ന രീതിയിൽ കാണുന്നുമില്ല. എന്നാൽ അതേസമയം ഫെയ്ക്സ് അല്ലെങ്കിൽ വെള്ളയടിച്ച കുഴിമാടങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ പാതയിൽ വരാത്തവരൊക്കെ തെറ്റുകാരാണ്, അവർ സാത്താന്റെ ആളുകളാണ്, അവർ നരകത്തിൽ പോകണം എന്നവർ വിശ്വസിക്കുകയാണ്. അവർ സെലക്റ്റീവാണ്. അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നടക്കണമെന്നാണ് ആഗ്രഹം. സ്വർഗത്തിന് പകരം അവരുടെ വഴികളിൽ വരാത്തവര് നരകത്തിൽ പോകണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സെലക്റ്റീവായി സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതായി നടിക്കുകയും ബാക്കിയുള്ളവർ നരകത്തിലേക്ക് പോകട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. കപടഭക്തിക്കാർ മതത്തിനപ്പുറത്തേക്ക് കാണാൻ കഴിവില്ലാത്ത ആളുകളാണ്.
അവർ ലിമിറ്റഡ് ആയിട്ടുള്ള റിലീജിയസ് റിച്വൽസിൽ മാത്രം വിശ്വസിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള ആത്മീയതയുടെ ലോകത്തെക്കുറിച്ച്, ധ്യാനത്തെക്കുറിച്ച്, യോഗയെക്കുറിച്ച്, അതിനുമപ്പുറത്തുള്ള സ്പിരിച്വൽ പ്രാക്ടീസസിനെ കുറിച്ചൊന്നും ഇവർക്ക് അറിയുകയുമില്ല. അതിനെക്കുറിച്ചൊന്നും അറിയുകയും വേണ്ട. അവർ വിശ്വസിക്കുന്ന ആ സംഹിതയ്ക്ക് അപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് കരുതുകയും തെറ്റിദ്ധാരണയിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇവർ കുറ്റബോധമാണ് പരത്തുന്നത്, ഇവർ ആൻസൈറ്റിയാണ് പരത്തുന്നത്, ഇവർ വറിയാണ് പരത്തുന്നത്. എന്നാൽ യഥാർത്ഥ ആത്മീയതയുടെ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾ സ്നേഹം പരത്തുന്നു, കൈൻഡ്നസ് പരത്തുന്നു, പ്രതീക്ഷയുടെ വെളിച്ചം കൊടുക്കുന്നു, മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നു. വി റൈസ് ബൈ ലിഫ്റ്റിംഗ് അതേഴ്സ്, ലെറ്റ് us build the new world. നമസ്തേ.